നമസ്കാരം. നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും നമ്മുടെ ഒരു പുതിയ കാഴ്ചകളിലേക്ക്, അത് ഫാമിലി ആയിട്ട് നമ്മുടെ ഒരുപാട് അംഗങ്ങളുള്ള ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏറെ ദൂരത്തല്ലാത്ത എന്നാൽ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലം. അത് വേറൊന്നുമല്ല, നമ്മൾ ഒരു വീഡിയോ അതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി സർക്കിളിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഇവർ വീണ്ടും നമ്മളൊന്ന് കൂടിച്ചേരാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഒഴിവു ദിവസം ചിലവാക്കുന്നത് ഇവിടെയാണ്. സ്ഥലത്തിൻ്റെ പേര് ബ്രാഡ്ഗേറ്റ് പാർക്ക്. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ചാഡ്വുഡ് ഫോറസ്റ്റ്, പിന്നെ എന്താ നാഷണൽ ഫോറസ്റ്റ് വേ എന്നൊക്കെ പറഞ്ഞ് ഇത് 850 ഏക്കർ ലാൻഡ് ഏരിയയിൽ വരുന്ന ലൊക്കേഷനാണ്. ഇതിൽ മനോഹരമായിട്ടുള്ള പല ലൊക്കേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങൾ ഓൾറെഡി ഇവരുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ഥിരം ക്രൂവിൽ പെടുന്ന ടീമാണ് നമ്മുടെ അളിയൻ പെങ്ങള്. ഒന്ന് ഹായ് പറഞ്ഞടി. അപ്പോൾ ഇന്ന് അവർ അവധി ദിവസം കിട്ടിയപ്പോൾ തന്നെ പ്രത്യേകിച്ച് അവർ ഇങ്ങോട്ട് വരാനായിട്ട് തയ്യാറായി. കാരണം നമ്മൾ അവരും തമ്മിലൊരു 50 മൈൽ ദൂരമുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ഗ്യാങ് ഡിനോ, ഫേസ് കണ്ടില്ല, ഡിനോ നിമ്മി, ഇവരും നമ്മൾ ബർത്ത്ഡേയുടെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കുറച്ചും കൂടിയും നമ്മുടെ ഏരിയയും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി അവർക്കും ഓഫ് കിട്ടി. ഈ പറഞ്ഞ എല്ലാവർക്കും ഒരുമിച്ച് ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ ചെറുക്കിനെ ഒന്നും കാണിച്ചില്ലല്ലോ. ഹേയ് നമ്മളിപ്പോൾ ഈ പോകുന്ന പാർക്കിന് തന്നെ എനിക്ക് തോന്നുന്നു 3-4 എൻട്രി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഏതിലെ വന്ന് പെടണേന്നുള്ളത് ഈ മാപ്പൊക്കെ നോക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവസാനം പെടാൻ സാധ്യതയുണ്ട്. ഇത് കൺട്രി സൈഡ് ഈ ഇവിടെ നിന്നുള്ളൊരു ഗേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യം ഇവിടെ ഒരു ബോർഡ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഫോറസ്റ്റ് ബ്രാഡ്ഗേറ്റ് പാർക്ക്. ഇത് ബ്രാഡ്ഗേറ്റ് പാർക്ക് ഈസ് ഹിസ്റ്റോറിക് മെഡീവിയൽ ഡിയർ പാർക്ക്. ഇതിൽ ഒരുപാട് മാനുകളുണ്ട് പല പല ലൊക്കേഷനിലായിട്ട്. ബീക്കൺ ഹിൽ കൗണ്ടി പാർക്ക്. ഇതിൻ്റെ സബായിട്ട് നമുക്ക് പല പല കാഴ്ചകളും ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. കാരണം നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. നേരത്തെ നമ്മൾ ഇതിൻ്റെ വിഷയം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുകളിലോട്ട് നമുക്ക് ഒരു ഹില്ലി വേയിലൊക്കെ നടന്ന് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കാഴ്ച അടിപൊളിയാണ്. നമുക്ക് അങ്ങോട്ട് കാണാം. നമ്മൾ വരുന്ന എൻട്രിയുടെ ആദ്യത്തെ ഗേറ്റ് നമ്മളിവിടെ ഇവിടെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ആ ആക്സസിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ഈ തവണ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതല്പം നമ്മൾ ഹില്ലി ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇതിൽ കയറി വേണം നമ്മൾ മുകളിൽ എത്താനായിട്ട്. ഈ മരങ്ങളുടെയൊക്കെ ഒരു ഭംഗിയാണ്ട. ഇതെന്താ ഒരു എഴുതിയിട്ടുണ്ടല്ലോ, ഹോഴ്സ് ട്രാക്ക്. നമ്മളിത് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കണേ. യു ആർ എൻട്രിങ് ഡോഗ് സ്ലീഡ് ഏരിയ. അതാണ് നമുക്ക് പോകേണ്ടത് ഓൾഡ് ജോൺ ടവർ. ഇത് ഈ ഹില്ലിലേക്ക് നടക്കണം. ഇവിടെ നമ്മളിത് ഈ ആക്സസിൽ എവിടെ നിൽക്കണേ. ഈ നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. എല്ലായിടത്തും മാനുണ്ട്. സൈക്കിളൊക്കെ ആണെങ്കിൽ സൈക്കിൾ ഇല്ല, അവിടെ നിരോധിത മേഖലയാണ്. എന്തായാലും ഞങ്ങളുടെ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ആദ്യത്തെ സൈഡിലോട്ട് നമ്മൾ പോകുന്നത് തന്നെ ഒരു കയറ്റമാണ്. കയറ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആ കുന്നിനി മുകളിലോട്ട് നമ്മൾ എത്തണം. അതായത് ഇതേ കണ്ട, ഇപ്പൊ തന്നെ നടന്ന് എവിടെ എത്തിയുള്ളൂ. അപ്പോഴേക്കും ഔഷധിയായി ടീമുകളൊക്കെ. അതിനുണ്ട് യാത്ര. നമ്മൾ ഷോർട്ട് കട്ട് പിടിക്കണ. നിമ്മി ഔഷധിയായാ? എങ്കിൽ ഒരു കാര്യം ചെടിനോനെ ഹാൻഡ് ഓവർ ചെയ്യേ, അല്ലെങ്കിൽ ട്രോളിയിൽ ഇരുത്തിയാലോ. നമ്മളിത് ഇനി മലകയറ്റമല കയറിയ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് വിളിക്കാം. പൊന്മലകയറ്റം മുത്തപ്പൂന്നും പറഞ്ഞ് വിളിച്ച് കയറാം. അയ്യോ, നമ്മളിത് ഈ കയറ്റം കയറി പകുതി ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുണ്ട് കയറാനായിട്ട്. ആ കയറ്റം ട്രക്കിങ്ങിനൊക്കെ പറ്റിയൊരു താല്പര്യമുള്ളൊരു ടീമായിരിക്കണം കേട്ടോ. ഇവന്മാരൊക്കെ കുറച്ചും കൂടി ആയതുകൊണ്ട് നന്നായി. നമ്മുടെ അങ്ങനെ കയറ്റം ഏകദേശം ഒരു ഹാഫ് വേ ആയി. നമ്മളിപ്പോൾ ഫസ്റ്റ് വരുന്ന ഓൾഡ് ജോൺ എന്ന് പറഞ്ഞ ആ ടവർ. ഇനിയിപ്പോൾ ഇത് നേരെ കയറിയാൽ മതി എന്ന് പ്രതീക്ഷിക്കുന്നു.
ആവശ്യത്തിയായ ജോയ് എങ്ങനെയുണ്ട്? ആണല്ലേ? നമ്മൾ പതുക്കെ പകുതി ആയിട്ടുള്ളൂ. നല്ല മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ആ ടവർ ഏരിയയിലേക്ക് എത്താം. നമുക്ക് എന്തായാലും ചുറ്റും നല്ല ഭംഗിയാട്ടോ. നമ്മുടെ അങ്ങനെ ആ ഒരു കയറ്റം കയറി വന്ന നല്ല കിടുക്കൻ സ്ഥലം അല്ലേ ഇത്? നല്ല ഫോട്ടോക്കൊക്കെ നല്ലൊരു ഫോട്ടോ ഒക്കെ ഷൂട്ടിന് പറ്റിയ സൂപ്പർ സ്ഥലം. ഓ ദേ മാനിന്റെ കൂട്ടം കണ്ടോടാവേ, എന്തോരം മാനാ. ഹേ ഇവാൻ മാന്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ഒരു നിശ്ചിത ഏരിയയിലൊരു പോകാവോ നമുക്ക്. നമ്മള് ഇപ്പൊ ഈ കയറ്റം കയറി വന്ന ലൊക്കേഷനിലാണ് കേട്ടോ. അതേ ഇത്രയും സെറ്റ് ടീമുകൾ നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കണോ. എത്ര മാനാന്ന് നോക്കി, എണ്ണാൻ പറ്റില്ല, അത്രയുണ്ട്. നമ്മളത് ഒരു കയ്യെത്തും ദൂരത്തെന്ന് പറയാവുന്ന ഒരു ഏരിയയിലാണ് ഇപ്പൊ ടീമുകളൊക്കെ നിൽക്കുന്നത്. അതിമനോഹരം. ഇതിപ്പോ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഈ 850 ഏക്കർ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ മൊത്തം പല പല ലൊക്കാലിറ്റിയിൽ നമുക്ക് പോയാലും കാണാം. അതേ താഴത്ത് അവിടെ വൈറ്റ് കളറൊക്കെ താഴെ ഓടി നടക്കുന്നുണ്ട്. സെക്ഷനാണെന്ന് തോന്നണേ. നമ്മുടെ ഈ ഗ്യാങ്ങുകൾക്കൊക്കെ ഇത് കണ്ടതിൻ്റെ ഒരു ആവശ്യം കണ്ടോ. ഇന്ന് നമ്മുടെ ഈ ട്രിപ്പിൽ ഏറ്റവും ഇത്രയും ഒരു ഊഷ്മളമായിട്ട് നമ്മൾ ഈ പരിപാടി ഏറ്റവും ചേരാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കൂടിച്ചേരലും കൂടിയാണ്. ഇപ്പം കാര്യം ഞങ്ങൾ മാൾട്ടിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഫസ്റ്റ് വന്ന നിമ്മി, ഇവർ 3 പേര് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമ്മളിതിൽ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സൗഹൃദം വീണ്ടും കണ്ടുമുട്ടി, എന്താ പറയണേ, കൂടിച്ചേരാൻ അവസരം കിട്ടി. അപ്പം എങ്ങനെയാ ആ പഴയ ഓർമ്മകളൊക്കെ വിലയിരുത്തുന്നത്? എന്താ, ഞങ്ങള് കുറെ നാളുകൂടിയാണ് ഇപ്പൊ ഒരുമിച്ച് കൂടിക്കണത്. നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെന്താ, 3 പേർക്കും ഞാൻ ഒത്തിരി ദൂരത്ത് 130 മൈല് താണ്ടി വന്നേക്കാണ് കാണാൻ വേണ്ടി എടുക്കുന്നത്. ഞങ്ങളെല്ലാവരും ബാംഗ്ലൂർ മാർത്താസ് പഠിച്ചവരാണ്. പിന്നെ എന്താ, അവിടെ മുതൽ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. പിന്നെ അത് ഏത് വർഷമായിരുന്നു? നമ്മള് 2012 പാസ് ഔട്ട്. എന്നിട്ട് അങ്ങനെ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് എന്താ പറയണേ, എല്ലാവരും പല വേറെ വഴിക്ക് പോയി, ജോലിക്കായിട്ടും എല്ലാത്തിനും വേറെ വേറെ സ്ഥലത്ത്. ഞാനും ആഷിയും മാൾട്ടയിൽ പോയി. ആ സമയത്ത് നിമ്മി ഓൾറെഡി സൗദിയിൽ വർക്ക് ചെയ്തിട്ട്, പിന്നെ ഞാൻ 3 വർഷം സൗദിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് യുകെയിലേക്ക് വന്നു. ഇവളിവിടെ വന്നിട്ട് 4 വർഷമായിട്ടോ. ഞങ്ങള് ജസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ എന്താ പറയണ, അപ്പൊ ഇപ്പൊ എല്ലാവരും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ഇങ്ങനെ ഒരുമിച്ച് കൂടണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂടാൻ പറ്റും. അങ്ങനെ ഒരു, പിന്നെ നമുക്കൊരു കോമൺ ഫാക്ടർ ഉണ്ടല്ലോ, ലൈക്ക് എല്ലാവരും അറിയുന്നവരാണ് എന്നൊരു. എല്ലാവരും നാട്ടുകാരാണ്, ഫാമിലി വൈസ് അങ്ങനെ എല്ലാവരും ഒരു കണക്ഷൻ അങ്ങനെയും പോയിട്ടുണ്ടാവുകയ്ക്ക്. അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ ഞങ്ങള് ചുമ്മാ ലെസ്റ്ററിലോട്ടാണ് വന്നത്. ഞങ്ങള് നോട്ടിഹാമിലാണ്, ഞാൻ ഓർപ്പിംഗ്ടൺ ലണ്ടൻ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇന്നലെ ലെസ്റ്ററിൽ ഇവരുടെ ആഷിയുടെ ഡിന്നോന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇന്നിവിടെ നല്ലൊരു സ്ഥലം, അവര് കാട്ടരുവിയൊക്കെ ഒഴുകണ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കാണ് ഞങ്ങള്. പക്ഷെ കുന്നുമല മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതൊരു പോയിന്റ് ആണ്. കാണാന്ന്. അങ്ങനെ പക്ഷെ നല്ല തണുപ്പുണ്ട്. പ്രതീക്ഷിച്ച ഒരു ക്ലൈമറ്റ് പറ്റിയത്. ഇന്നലെ നല്ല വെയിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയണേ, പറ്റ ഗ്യാങ്ങുള്ള കൂടെ ഇങ്ങനെ വന്നെ, അതൊന്നും ബോറടിക്കൊന്നുമില്ല. ഇങ്ങനെ ചളിയൊക്കെ പറയും നിമ്മിന്റെ കൂടെ. ഇത്രയും മാനിനെ കണ്ടൊരു ആകാംക്ഷ എന്ന് പറഞ്ഞ അല്ലേ, നമുക്കൊരു നിശ്ചിത ദൂരപരിധിയിൽ വെച്ച് അതിനെ കാണാൻ പാടുള്ളൂ. കുഞ്ഞുണ്ണിക്ക് മാനിനെ കണ്ട, നീ മാനിനെ കണ്ടോ? ഹലോ, ഇപ്പൊ നടന്ന് ഇപ്പൊ നമ്മള് തൊട്ടടുത്ത് ഈ മാനിന്റെ കൂട്ടം കണ്ടോ? ആ ഏരിയയിൽ വന്ന് പകുതി ആയി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നമ്മൾക്ക് എന്തായാലും ഇപ്പൊ ഈ പറയുന്ന ടവറിന്റെ അടുത്ത് എത്തിന്ന്. പക്ഷെ ഹാഫ് പോലും ആയിട്ടില്ലാന്ന് തോന്നണേ. ഇനിയും അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇനി ആ സൈഡിലോട്ട് ഒരുപാട് ആ മല ഇനിയും നമ്മളൊക്കെ നടക്കണം.
അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ക്ഷമയുള്ള ആൾക്കാരായിരിക്കണം എന്ന് പ്രത്യേകിച്ച് പിള്ളേരെ കൊണ്ടുവരുമ്പോഴേ നമ്മൾ ഇതിൽ കയറാനായിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് പ്രത്യേകം നമ്മൾ ഉള്ളവർക്ക് ഒരു നല്ല രസമായിരിക്കും. ഇവിടെ അരുവിയൊക്കെ ഉണ്ടെന്ന് അത് ആ സൈഡിൽ കൂടെ പോകണമെന്ന്. വൈറ്റ് നോക്ക്. Mommy, we almost to the എവിടെ ഇത് പിടിച്ചു കയറ്റുന്നു? എവിടെയെങ്കിലും ഒന്ന് തള്ളെന്ന് വെച്ചാൽ ദീ ഇവിടെ നിന്ന് അവിടെ വെച്ചാൽ ഇത് പോരും. ഞാൻ ഇവിടെ പിടിക്കും, ഞാൻ ഇവിടെ പിടിക്കും. അതെന്തേലും കാണിക്കട്ടെ. കൊച്ചിനെ സീറ്റ് ബെൽറ്റ് ഇടിച്ചല്ലേട്ടാ. പാവം കുഞ്ഞു. പിന്നെ നമ്മൾ നടന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ ഓൾഡ് ജോൺ എന്ന് പറയുന്ന ആ ഒരു ടവറിലോട്ട് 2 മൈൽ ദൂരമാണ്. 2 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.2 കിലോമീറ്റർ ദൂരം. അത്രയും ദൂരം നടന്നിട്ട് വേണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്പോട്ടിലോട്ട് എത്താൻ. നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഈ ഏരിയയിലെ ഏറ്റവും ഒരു ഹിൽ ടോപ്പിലാണ് ഞാൻ നിൽക്കണേ. ഇവിടെ അതിൻ്റെ പുറകു സൈഡ് കണ്ടോ ഒരു താഴേക്കൊക്കെ. ഇപ്പോൾ ഈ ക്യാമറ ഒന്നാമത് ഈ വെതറിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ക്യാമറയിൽ ക്ലാരിറ്റി അത്ര ഇതായിട്ട് കിട്ടില്ല. ഇത് ചുറ്റും കണ്ടോ നല്ല സൂപ്പർ ലൊക്കേഷനാണ്. പറയാൻ ഇത് ഒരു പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ മല കയറാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ആസ്വദിക്കുന്നവർക്ക് വരാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. ഫാമിലിയായിട്ട് ഈ പിള്ളേരെ കൊണ്ട് കയറാൻ പറഞ്ഞാൽ ഇച്ചിരി മല്ല. ഇപ്പം എക്സ്പീരിയൻസ് ആയി. 850 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് എവിടെയായിരിക്കും ഇത് കിടക്കണേന്ന്. പക്ഷെ നമ്മൾ ഇപ്പോൾ വന്ന ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ആ കാണുന്നത്. ആ നടപ്പാത കണ്ടോ. ഇനി അങ്ങനെ ചുറ്റി ഇതങ്ങനെ കിടക്കുകയാണ്. ഇത് ചെറിയ കുന്ന് താഴ്വാരം, അവിടെ ഇടയ്ക്ക് നല്ല മരങ്ങളുള്ള ഏരിയ, പിന്നെ ചെറിയൊരു വാലി, ചെറിയ റിവർ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് പല ലൊക്കേഷനിലായിട്ട് ഇപ്പം മാനുകളും ഒക്കെ ഉണ്ട്. ഇത് ആ കാണുന്ന ഏരിയയിലേക്ക് നമുക്കിനി എത്തണം. അപ്പോൾ നമ്മുടെ ടീമുകൾ ഓൾറെഡി അവർ വന്ന് ഔഷധിയായിട്ട് അവിടെ കയ്യിലുള്ള ഫുഡൊക്കെ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മല കയറാൻ ശരിക്കും താല്പര്യമുള്ളത് എനിക്ക് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ ഉമ്മാർ മാത്രമേ ഉള്ളൂ. How was it, Ivan? How is your experience? It's kind of good. It's kind of good. Yes. I think this is wood. Almost. നമ്മുടെ ഓൾഡ് ജോൺ ടവറിലോട്ട് നമ്മളത് നടന്നപ്പോൾ ആദ്യം കണ്ടത് പ്ലീസ് റിമെമ്പർ ദിസ് ഇസ് എ ഹോളി ഗ്രൗണ്ട്. നമ്മൾ ആദ്യം ഒരു ടവറൂടെ കണ്ടു. ഇതാണ് നമ്മൾ താഴെ നിന്ന് നോക്കി വിചാരിച്ചു ഇതായിരിക്കും ഈ പറഞ്ഞ ഓൾഡ് ജോൺ ടവറെന്ന്. പക്ഷേ അതല്ല സംഭവം. ഇതെന്താ ഇതൊരു ഹോളി പ്ലേസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക 1902 എന്തോ സംതിങ് ഡീറ്റെയിൽ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ വെതറിൻ്റെ കൊണ്ട് കൃത്യമായിട്ട് അത് ക്യാമറയിൽ കാണുന്നില്ല. മല നമ്മൾ കയറി ടീമുകളൊക്കെ ഒരു വഴിക്കായി. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ അല്ലേ. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഈ മല നമ്മൾ കയറി ഇപ്പോൾ കണ്ട ആദ്യത്തെ ഒരു ടവർ പോലെ കാണുന്നത്. ഇതൊരു വേൾഡ് വാറിൻ്റെ മെമ്മറി ആയിട്ട് ഇവർ ചെയ്തിരിക്കുന്ന ഒരു സ്തൂപമാണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ളൊരു സ്തൂപമാണ് ഇവിടെ. അതാണ് അവർ പ്രത്യേകമായിട്ട് ഏറ്റവും ഹൈറ്റിൽ അവരെ ഓർമ്മിക്കാനായിട്ട് സംഭവം അവരുടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു സ്ഥലം ഈ പറഞ്ഞ. പക്ഷേ നമ്മുടെ ഫാമിലി ഗ്യാങ്ങുകൾക്കാണ് ഈ മല കയറാന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് പിള്ളേരെ കൊണ്ട് കയറിയത് കൊണ്ട് സെറ്റായിട്ടില്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ഈ പറയുന്ന ഓൾഡ് ജോൺ ടവറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി. ഫൈനലി നമ്മൾ എത്തിയെന്ന് തന്നെ പറയാലോ. അങ്ങനെ നമ്മുടെ ഓൾഡ് ജോൺ ടവറിൻ്റെ കാഴ്ചകൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിൽ ആ പാറക്കൂട്ടങ്ങൾക്കും മരങ്ങൾക്കും ഇടയിൽ ദൃശ്യങ്ങൾ മുഴാപ്പാണ്. ഒരു കല്ലും കൊണ്ടുള്ള പറക്കി വെച്ചാണ് ഒരു മതിൽ കണ്ട. പഴയ ഒരു കൺസ്ട്രക്ഷൻ ആണ് കണ്ടോ. നമ്മുടെ പാറക്കല്ല് കൊണ്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഓൾഡ് ജോൺ ടവർ എന്ന് പറയുന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ എത്തിപ്പോയി.
അങ്ങനെ ആ മനോഹരമായ ദൃശ്യങ്ങൾ ഫോട്ടോ പകർത്താനായിട്ട് മത്സരമാണ് ഇവിടെ. നമ്മുടെ ഇപ്പം ഈ ടവറിനോട് ചേർന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ കാണുന്നത്. ഇത് 1953 ഒരു ഡൊണേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു ലെസ്റ്ററിൻ്റെ ഈ എല്ലാ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് എല്ലാ സൈഡിലെയും ഒരു മാർക്കാണ്, ലാൻഡ് മാർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ മലയിൽ കയറി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡെസ്റ്റിനേഷൻ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് സംഭവം. ഇവിടെ ഫോട്ടോ സെഷൻ ഓൺ ഗോയിങ്സ് ആണ്, നമ്മുടെ മദേഴ്സിന്റെ ഫോട്ടോ സെഷൻ. പിന്നല്ല ഇവിടെ വരെ വന്നതിന്റെ ഒരു മുതലാക്കണമാണ് സജി എന്ന് പറഞ്ഞത്. ഫോട്ടോഷൂട്ട് അവിടെ ഓൺ ഗോയിങ്. ചെറുതുകൾ ഇവിടെ ഓടി കളിക്കണേ. ഇഞ്ഞി എവിടെ വന്നേക്കണേ? എന്താ കാണിക്കണത്? Guys, if you're watching this, we found a dinosaur bone. എവിടെ നീ കണ്ടത്? We will show you. Okay. We find some prehistoric dinosaur tooth. വലിയ സംഭവങ്ങളൊക്കെയാണ് അവർ കണ്ടുപിടിച്ചേക്കണേ. ഡൈനോസറിന്റെ ബോണൊക്കെയാണ് നിരത്തി വെച്ചേക്കണേ. കണ്ടോ, ഇതൊക്കെ ഡൈനോസറിന്റെ ബോണ്. പിന്നെ ഇതെന്താ ഇവാനു? എന്റെ പേരെന്തരാ? കണ്ടുപിടിച്ചതിന്റെ പേരെന്തരാ? Dinosaur pieces. അമ്പോ, No! Now we're sending this to the scientist. സയന്റിസ്റ്റിന് കൊടുത്ത് ഇവര് അവാർഡ് മേടിക്കാനുള്ള പരിശ്രമമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സെന്റ് ജോൺ ഈ ടവർ നമ്മൾ എൻ്റെ കാഴ്ചകൾ മനോഹരമായിട്ട് കണ്ടത്. ഇനി താഴേക്ക് ഇറങ്ങണത് ചുറ്റും കണ്ടോ, ഇനിയും ഒരുപാട് ഏരിയ താഴോട്ടിന് ഇറങ്ങിയാലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സൈഡ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജോയ് ഇങ്ങനെ നടന്ന അവസ്ഥയായിട്ട് എക്സ്പീരിയൻസ് സംഭവം നല്ല അടിപൊളി കിഡുമാണ്. നല്ല ആംബിയൻസ് വൈബ് കയറി ഇട്ടെങ്ങനെ. പക്ഷെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്, ചെറിയ പിള്ളേരുള്ളതുകൊണ്ട് നല്ല ഡെങ്ങേറായി. നല്ല അടിപൊളിയാണ്. എന്തായാലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ലെസ്റ്ററിലോ നോട്ടിംഗ്ഹാമിലോ UK എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഈ സ്ഥലം വന്ന് കാണേണ്ടതാണ്. നല്ല സ്ഥലമാണ്. നല്ല സുഖമാണ്. ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ എന്തായാലും ഷെയർ ചെയ്യേണ്ട സ്ഥലമാണ്. ചെറിയ പിള്ളേരുള്ളവർക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ എപ്പോഴെങ്കിലും UK സ്ഥലം വന്നൊന്ന് കാണേണ്ടതാണ്. ഇപ്പോഴേ നമ്മൾ വന്നത് ഒരു ഗേറ്റിൻ്റെ എൻട്രി അവിടെ നിന്ന് ക്രോസ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 4-5 കിലോമീറ്ററായി നമ്മൾ നടത്താൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ റിവർ വാലി കുറച്ച് നല്ല സീനിക് ഏരിയ, അത് നല്ലൊരു ലൊക്കേഷനാണ്. അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എങ്ങനെയുണ്ട് നിമ്മി? ആവശ്യമായ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സത്യം പറയണമെന്നാണോ? എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. ഗുഡ്. ഹായ്. അവൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. പുറത്തല്ലേ, എൻജോയ് ചെയ്യാതിരിക്കും. Niño. Hey. നല്ല താറാവുണ്ട് അവിടെ. താറാവ്, കാട്ടു താറാവിൻ്റെ ഇവിടെ.
ഹലോ. അതിന്റെ ആവശ്യതയാ? ഇല്ല, ആവശ്യത്തെ കുറച്ച് മലയൊക്കെ നമ്മൾ കയറിയല്ലോ. സംഭവം അടിപൊളിയാണ്. എന്തായാലും വളരെ ഒരു എൻജോയ്മെന്റ് പിള്ളേർക്കൊക്കെ. രണ്ട് പിള്ളേരും രണ്ടുപേരും ആമോസും ഇവാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ അവരാണ് കൂടുതൽ അല്ലേ? അവരാണ് കൂടുതൽ എൻജോയ് ചെയ്തതാണ്. അപ്പോൾ സംഭവം എന്തായാലും കളറായിരുന്നു. പക്ഷെ ഇച്ചിരി ടയേർഡായി. കൊച്ചുങ്ങളുള്ളതുകൊണ്ട്, ചെറിയ കൊച്ചുള്ളതുകൊണ്ട് മാത്രം. ബാക്കി അടിപൊളിയാണ്. അടിപൊളി. നമ്മളിപ്പോ ഈ വന്നത് നമ്മള് റൈറ്റ് സൈഡ് നമ്മള് ആ ലൊക്കേഷനിൽ കൂടെ നമ്മൾ കയറി ഒരു മല താണ്ടി ഇറങ്ങി. അതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ ഈ സ്ഥലത്തിൽ നമ്മൾ ഫസ്റ്റ് വന്നെങ്കിൽ കുറച്ചും കൂടി അട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ ആദ്യം വന്നപ്പോ നമ്മള് ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഈ സ്ഥലം വന്ന് കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ പറയുന്ന റൂട്ട് നമ്മൾ പോയത്. ഇവർക്കൊക്കെ ആണെങ്കിൽ തന്നെ മല കയറി ആകെ ആവശ്യതയായി, ക്ഷീണിതരായി തീർന്നതാണ്. ഡിനോ എന്തായി, ആകെ ആവശ്യതയാണോ? ഡിനോ നീ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇത് വിഷയം ഇടും. അപ്പൊ നീ എന്തെങ്കിലും പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. ആ, ക്യാമറയിൽ നോക്കി പറയേ. എങ്ങനെ ഡിനോന്റെ എക്സ്പീരിയൻസ്? നമ്മുടെ ലെസ്റ്ററിൽ വന്നിട്ട് ആദ്യമായിട്ട് പതുക്കെ നീ എന്ത് സ്പീഡിൽ പോണേ പറ. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതെ, നമ്മുടെ ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമാണ്. ഓക്കെ, അത് കേട്ടാ മതി. അപ്പൊ നിമ്മിയുടെ എന്താ പറയണേ? നല്ല രസമുണ്ടായിരുന്നു. പറ. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയണേ, കുറച്ചുകൂടി എന്താ പറയണേ, കേരളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരാൻ, കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അല്ല. ഓക്കെ, അല്ലാത്ത കുട്ടികൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കുറച്ച് വലുതായി. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ. വളരെ നല്ല നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ഒരു ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഒത്തുചേരലും ഇന്ന് നല്ല ഞങ്ങൾക്കും ഒരു എന്താ പറയുന്നത്, പ്രകൃതിയിലും നേച്ചറിലൊക്കെ ഒരു അനുഭവങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള ഒരു നടത്തവും ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ ആയിത്തീർന്നു. അപ്പോൾ ഈ നിമിഷങ്ങൾ നിങ്ങൾക്കും നല്ലൊരു എന്താ പറയുന്ന പ്രത്യേക കാഴ്ചകൾ സമ്മാനിക്കാൻ സാധിച്ചാൽ ഞാനും സന്തോഷിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ കാഴ്ചകൾ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. ബൈ.